പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ടെക്നീഷ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ടേംസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി? നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. It is an inventory management techniques that help business to determine the optimal order size for a product to minimize total inventory cost by balancing holding cost and carrying cost. Definition കണ്ടു പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇൻവെന്ററി കോസ്റ്റ്, അതായത് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര ഓർഡർ ചെയ്യുന്നു, അതിനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ എന്താന്ന് പറയുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഇൻവെന്ററി കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മുടെ ഇൻവെന്ററി കോസ്റ്റ്, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ എത്ര ഓർഡർ പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ദ സൈസ് ഓഫ് ഓർഡർ ആണ്. അതായത് ദ ഒപ്റ്റിമൽ സൈസ് ഓഫ് ഓർഡർ ദാറ്റ് റെഡ്യൂസസ് എന്താണ് ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ്. അങ്ങനെ നിങ്ങൾ ഏറ്റവും സിമ്പിൾസ്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ എന്താണ്, അപ്പൊ നിങ്ങളുടെ പലർക്കും ഒരു സംശയം വരും, എന്താണ് ഇൻവെന്ററി? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് ഇൻവെന്ററി കോസ്റ്റ്, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് എത്ര ഓർഡർ പ്ലേസ് ചെയ്യണം, അതിനാണ് സിംപ്ലി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് നമ്മുടെ ഇൻവെന്ററി കോസ്റ്റ് കുറയ്ക്കുന്നത്? നമ്മൾ ഓർഡറിംഗ് കോസ്റ്റിനെയും ക്യാരിങ് കോസ്റ്റിനെയും ഒക്കെ ബാലൻസ് ചെയ്തിട്ട്, അപ്പൊ എന്താ ഓർഡറിംഗ് കോസ്റ്റ്, എന്താ ക്യാരിങ് കോസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇൻവെന്ററി. എന്താണ് ഇൻവെന്ററി എന്ന് മനസ്സിലാക്കിയാലേ ഇൻവെന്ററി എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അതിന്റെ ടെക്നിക്ക് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ് ഇൻവെന്ററി? അപ്പൊ എന്താണ് ഇൻവെന്ററി? നിങ്ങളുടെ ഐഡിയയിൽ എന്താണ് ഇൻവെന്ററി എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഹോട്ടലിലോ തട്ടുകടയിലോ പോവാം. അപ്പൊ അവിടെ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്താ, നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ആഹാരമാണ്, അല്ലെ? അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് കുറെ സാധനങ്ങൾ ആവശ്യമുണ്ട്, അല്ലെ? ഇപ്പൊ നിങ്ങൾ പൊറോട്ട ആണ് കഴിക്കുന്നതെങ്കിൽ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് മൈദമാവ്, അല്ലെ? അതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. മൈദമാവ്, പിന്നെ വെളിച്ചെണ്ണ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ വേണം, അല്ലെ? അതുപോലെ കറി ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതെല്ലാം എന്താണ് റോ മെറ്റീരിയൽ ആണ്. അത് അവിടെ ഉണ്ടാവണം, അല്ലെ? അതേപോലെ തന്നെ കുറച്ച് പ്രോഡക്ട്സ് അവർ റെഡി ടു ഈറ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കും. അതാണ് എന്തോന്ന് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, അതും അവിടെ സൂക്ഷിച്ചു വെച്ചേക്കും, അല്ലെ? അപ്പൊ ഇൻവെന്ററി റോ മെറ്റീരിയൽ വരും, അതേപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വരും, അല്ലെ? അതേപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, അതൊക്കെ ഉണ്ടാവും. എന്താണ് സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്? ഇപ്പൊ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ചിക്കൻ ഫ്രൈ ആണ് വേണ്ടതെങ്കിൽ, ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് അവിടെ നമ്മൾ മുളക് പൊടിയിലെല്ലാം മുക്കി വെച്ചേക്കുക. അപ്പൊ ഇനി എണ്ണയ്ക്കകത്തോട്ട്, തിളച്ചെണ്ണയ്ക്കകത്തോട്ട് ഇട്ടാൽ മതി. അപ്പൊ അതുവരെയുള്ള കാര്യമാണ്. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്കൊരു സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം അവിടെ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇൻവെന്ററി ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതെല്ലാം ഇൻവെന്ററിക്കകത്ത് വരുന്നതാണ്. അത് മാത്രമല്ല ഇൻവെന്ററിക്കകത്ത് വരുന്നത് അവിടുത്തെ പാത്രങ്ങള്, അവിടെയുള്ള സകല സാധനങ്ങളും, ഇതുണ്ടാക്കാനും ഇതിനെ സംരക്ഷിക്കാനും വേണ്ട സകല സാധനങ്ങളും, എല്ലാ കാര്യങ്ങളും എന്താണ് ഇൻവെന്ററിക്കകത്ത് വരുന്നതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, നമുക്ക് വേണ്ട റോ മെറ്റീരിയൽ എല്ലാം ഒരുമിച്ച് അങ്ങ് ഓർഡർ ചെയ്താൽ പോരെ? അപ്പൊ അത് ലാഭമല്ലേ? നമുക്ക് ബൾക്കായിട്ട് ഓർഡർ ചെയ്താൽ ലാഭത്തിൽ കിട്ടും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? നമുക്ക് അതിനെ ആ ഓർഡർ ചെയ്ത സാധനങ്ങളെയൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് സൂക്ഷിക്കാൻ പറ്റണം, അല്ലെ? സൂക്ഷിക്കാൻ പറ്റണം. പിന്നെ എന്ത് ചെയ്യണം? അതിനെ കറക്റ്റായിട്ട് പരിപാലിക്കണം. അത് ചീത്തയാകാതെ എല്ലാ കാര്യങ്ങളിലും പരിപാലിക്കണം, അല്ലെ? അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഓർഡറിങ് കോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ക്യാരിങ് കോസ്റ്റ് ഉണ്ട്. ഒരുപാട് ഓർഡർ ചെയ്ത് വെച്ചാൽ നമുക്ക് അതിനെ സംരക്ഷിക്കാൻ, അല്ലെ അതിനെ പരിപാലിക്കാനുള്ള കോസ്റ്റ് കൂടുതലായിട്ട് വേണം. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഡർ ചെയ്യുന്നത് നമ്മൾ നോക്കിയിട്ട്, അതായത് നമുക്ക് പരിപാലിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ സൂക്ഷിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും ആദ്യം എന്താണ് ഇൻവെന്ററി. അപ്പോൾ ഇൻവെന്ററി എന്താണ്? ഇൻവെന്ററി മീൻസ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഫോർ
ഫ്യൂച്ചർ യൂസ് അല്ലെ, മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക് ഫോർ ഫ്യൂച്ചർ യൂസിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ സ്റ്റോക്ക് ഇരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ഇൻവെന്ററി ആണ്. അത് റോ മെറ്റീരിയൽ ആകാം, സെമി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകാം, അതേപോലെ തന്നെ എന്താകാം, നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകാം, നമ്മുടെ ടൂൾസും നമ്മുടെ സ്റ്റേഷനറിയും എല്ലാം ആകാം. ഇതെല്ലാം എന്താണ്? ഇൻവെന്ററി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻവെന്ററി നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഇൻവെന്ററി എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇൻവെന്ററിയുടെ ആവശ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരു കമ്പനിയാണ്, അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് എന്ത് വേണം? നമ്മൾ നല്ല കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ പറ്റണം. ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ നമുക്ക് ഏറ്റവും വില കുറച്ച് സപ്ലൈ ചെയ്യാൻ പറ്റണം, ഏറ്റവും ബെറ്റർ ക്വാളിറ്റി സപ്ലൈ ചെയ്യാൻ പറ്റണം അല്ലെ, ഏത് സമയത്ത് നമുക്ക് അത് സപ്ലൈ ചെയ്യാൻ പറ്റണം. അതേപോലെ ചിലപ്പോൾ റോ മെറ്റീരിയലിന്റെ വില കൂടിയിരിക്കും, ആ വില കൂടുതൽ നമ്മളെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ കുറച്ച് കൂടുതൽ നമ്മൾ റോ മെറ്റീരിയൽ കളക്ട് ചെയ്ത് വെച്ചേക്കണം അല്ലെ. അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഡിമാൻഡ്, നമ്മുടെ പ്രോഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നേരത്തെ ഉണ്ടാക്കി വെക്കണം. അപ്പൊ ഇവിടെ എല്ലാം ഇൻവെന്ററി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇൻവെന്ററിയുടെ ആവശ്യം കുറെ പോയിന്റ്സ് ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. എന്താണ്? ടു കീപ് സ്മൂത്ത് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ, അത് വളരെ അത്യാവശ്യമാണ് അല്ലെ. നമ്മുടെ പ്രൊഡക്ഷന്റെ സ്മൂത്ത് ഫ്ലോയ്ക്ക് ഇൻവെന്ററി ആവശ്യമാണ്. ദെൻ ടു ഗെറ്റ് റോ മെറ്റീരിയൽ അറ്റ് റൈറ്റ് ടൈം ടു മാനുഫാക്ചർ, നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കണം, റോ മെറ്റീരിയൽ ഇല്ലെങ്കിൽ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യത്തിന് നമുക്ക് റോ മെറ്റീരിയൽ വേണം, അപ്പൊ അവിടെ നമുക്ക് ഇൻവെന്ററിയുടെ ആവശ്യമുണ്ട്. ദെൻ നമ്മൾ ബൾക്കായിട്ട് എടുത്തു വെച്ചാൽ നമുക്ക് പ്രൈസ് ഡിസ്കൗണ്ടും ഒക്കെ കിട്ടും അല്ലെ. ഒരുമിച്ച് എടുത്തു വെച്ചാൽ പ്രൈസ് ഡിസ്കൗണ്ട് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ വില കുറച്ചിറക്കാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ്, ടു ഗെറ്റ് പ്രൈസ് ഡിസ്കൗണ്ട്. ദെൻ ഇൻവെന്ററി അലൗസ് ഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ്, നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കാം അല്ലെ. അതുപോലെ തന്നെ എത്ര നമുക്ക് പെട്ടെന്ന് ഒരു ഡിമാൻഡ് അനുസരിച്ച് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ അതും ഇൻവെന്ററിയുടെ ആവശ്യത്തിനകത്ത് വരുന്ന പോയിന്റ്സ് ആണ്. ദെൻ അടുത്തത് ടു മീറ്റ് വേരിയേഷൻ ഓഫ് ഡിമാൻഡ് അല്ലെ, ഡിമാൻഡിന്റെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതെല്ലാം എന്താണ്? ഇൻവെന്ററിയുടെ ആവശ്യകതയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ, ഇൻവെന്ററി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനും നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റോ റോ മെറ്റീരിയലോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് സാധ്യമാകത്തുള്ളൂ. ദെൻ അടുത്തത് ടു പ്രിവെന്റ് ലോസ് ഓഫ് സെയിൽസ്, നമുക്ക് ആവശ്യത്തിന് ഡിമാൻഡ് ഉണ്ട്, നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയില്ലേ നമ്മുടെ സെയിൽസ് ലോസ് ആയി പോകും അല്ലെ. അവിടെ കോമ്പറ്റീറ്റർ കയറി വരും. അത് കാരണം അതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് ആവശ്യത്തിന് ഇൻവെന്ററി ഉണ്ടായേ പറ്റുള്ളൂ. ദെൻ ടു സേഫ് ഗാർഡ് പ്രൊഡക്ഷൻ ഫ്രം നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് സഡൻ ഇൻക്രീസ് ഇൻ പ്രൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽ വേണം. നമുക്ക് ചില സമയത്ത് റോ മെറ്റീരിയൽ പെട്ടെന്ന് വില കൂടും. അപ്പൊ വില കൂടുമ്പം നമുക്ക് ചിലപ്പോൾ അത് ഡിമാൻഡ്, അതിന് നല്ല ഡിമാൻഡ് ഉണ്ട്, ചിലപ്പോൾ അത്രയും സപ്ലൈ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ റോ മെറ്റീരിയൽ നമ്മുടെ ഇല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൊഡക്ഷനെ ഈ റോ മെറ്റീരിയലിന്റെ വിലക്കയറ്റവും വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സേഫ് ഗാർഡ് ചെയ്ത് വെക്കണം. കാര്യം എന്താ? നമ്മൾ കുറച്ച് നേരത്തെ എടുത്തു വെച്ചാൽ നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഷോർട്ടേജ് ഇല്ലാതെ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ എല്ലാ കാര്യത്തിനും നമുക്ക് എന്ത് വേണം? നമ്മുടെ ഇൻവെന്ററി അത്യാവശ്യമാണ്. ഇൻവെന്ററി ഒഴിവാക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഇൻവെന്ററി കോസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു ഹോട്ടലാണെങ്കിൽ, ഹോട്ടലിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറെ ഈ റോ മെറ്റീരിയൽ എല്ലാം വെച്ച്, അല്ലെങ്കിൽ അതിന്റെ എന്താണോ ഇൻഗ്രീഡിയൻസ് അതെല്ലാം വെച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെക്കും. കുറെ ഉണ്ടാക്കി വെക്കുകയാണ്. അത് കഴിക്കാൻ ആള് വന്നില്ലെങ്കിലോ ആ ഉണ്ടാക്കി വെച്ചത് വേസ്റ്റ് ആണ് അല്ലെ. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരാള് വരുമ്പോ ഓർഡർ എടുത്തിട്ടുണ്ടാക്കിയാൽ മതി അല്ലെ. അപ്പൊ അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കുറെ ഉണ്ടാക്കി വെക്കുന്നത് കുറയ്ക്കാം. അതിനെ പരിപാലിക്കാനായിട്ടുള്ള ഇൻവെന്ററി കോസ്റ്റ് നമുക്ക് കുറയ്ക്കാം അല്ലെ. ഇപ്പൊ സാധാരണ നമ്മളിപ്പോ ജസ്റ്റ് ഇൻ ടൈം എന്നൊക്കെ പറയും. നമ്മൾ ഒരാൾ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക? അത് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇൻവെന്ററിയുടെ ആവശ്യകത മനസ്സിലായല്ലോ. ഇൻവെന്ററി ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. നമുക്ക് ഒരു സാധനം സപ്ലൈ ചെയ്യണമെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഹോട്ടലാണെങ്കിൽ നമുക്കിപ്പോ ഒരാൾ വന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്നെങ്കിൽ അയാൾക്ക് അന്നേരം പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം വേണം അല്ലെ. അപ്പൊ ഇൻവെന്ററി അത്യാവശ്യമാണ്. ഇൻവെന്ററി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇൻവെന്ററി ഇല്ലാതാക്കിയാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനൊന്നും ഡെലിവറി നമുക്കൊന്നും ഇല്ലാതാവും അവിടെ അല്ലെ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ ഹോട്ടലിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേണ്ട സാധന സാമഗ്രികളെല്ലാം ഇൻവെന്ററി വരും, പാത്രങ്ങൾ സഹിതം. ഓക്കെ അല്ലേ? അതെല്ലാം ഇൻവെന്ററി വരും. വെളിച്ചെണ്ണ,
അവിടെ വേണ്ട മൈദമാവ് എന്ന് വേണ്ട എന്തൊക്കെ സാധനങ്ങളുണ്ടോ അവിടുത്തെ പാത്രങ്ങൾ എല്ലാ സാധനങ്ങളും ഇൻവെന്ററിക്കകത്ത് വരും. അപ്പൊ ഇൻവെന്ററി ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. ഇൻവെന്ററി നമുക്ക് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം അല്ലെ? കാര്യം എന്താ? അല്ലെങ്കിൽ ഒരുപാട് ഇൻവെന്ററി ആയി കഴിഞ്ഞാൽ എന്താണ്? ചിലപ്പോൾ പ്രോഡക്റ്റ് ചീത്തയായി പോവാം, നമ്മുടെ കോസ്റ്റ് ഒരുപാട് നമുക്ക് നഷ്ടം വരും അല്ലെ? അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇൻവെന്ററി കൺട്രോൾ ചെയ്യണം. അപ്പൊ ഇൻവെന്ററിയുടെ ടൈപ്സുകൾ ഞാൻ ആദ്യം പറഞ്ഞാല് റോ മെറ്റീരിയൽ ഇൻവെന്ററി, നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ അതിനെ ഇൻവെന്ററി സൂക്ഷിക്കുന്ന റോ മെറ്റീരിയൽ ഇൻവെന്ററി. ദെൻ അടുത്തത്, അതായത് ഒരു കമ്പനിയില ചിലപ്പോൾ നമ്മളൊരു കാറ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്, നമ്മൾ കുറെ പാർട്സ് വാങ്ങിച്ച് അസംബിൾ ചെയ്തിട്ടാണ് കാർ ഉണ്ടാക്കുന്നത്. അപ്പൊ സ്പെയർ പാർട്സ് അല്ലെ, അതിൽ കുറെ സ്പെയർ പാർട്സ്, ഫിനിഷ്ഡ് ഗുഡ്സ് പലതും ഒക്കെ വരും. ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്തിട്ടായിരിക്കും ഞാൻ ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊക്കെ എന്റെ ഇൻവെന്ററി സൂക്ഷിച്ചിരിക്കണം അല്ലെ? അത് ബോട്ട് ഔട്ട് പാർട്സ് ആണ് അല്ലെ? അങ്ങനെയുള്ള ഇൻവെന്ററി ഉണ്ട്. ദെൻ WIP, വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം കംപ്ലീറ്റ് ആയില്ല, അത് നമുക്ക് ഇൻവെന്ററി സൂക്ഷിച്ചു വെക്കേണ്ടി വരും. അതായത് അതിന്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയില്ല, ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അതിനെ നമ്മൾ സൂക്ഷിക്കണം. അതാണ് എന്തോന്ന്? വർക്ക് ഇൻ പ്രോസസ്, WIP. അപ്പൊ അത് മനസ്സിലായി. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി, അതായത് നമ്മൾ റെഡി ടു സെൽ ആയിട്ടിരിക്കുന്ന സാധനം അത് പോകുന്നത് വരെ നമ്മൾ സൂക്ഷിക്കണം അല്ലെ? പുറത്ത് മാർക്കറ്റിലോട്ട് പോകുന്ന വരെ സൂക്ഷിക്കണം. അപ്പൊ അതും എന്താണ്? ഇൻവെന്ററിയുടെ ഒരു ടൈപ്പാണ്. ദെൻ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സ്റ്റോർസ് ഇൻ വിച്ച് മെഷീൻ, സ്പെയർ, ഓയിൽ, ഗ്രീസ് എക്സെട്ര വിൽ ബി സ്റ്റോർഡ് അല്ലെ? നമ്മൾ ഇപ്പൊ മാനുഫാക്ചറിങ് കമ്പനിയിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ കോട്ടൺ വേസ്റ്റ്, അതേപോലെ തന്നെ ഗ്രീസ്, അങ്ങനെ അല്ലെ നമ്മൾ റിപ്പയർ ചെയ്യുന്ന സാധനങ്ങൾ, ഇതെല്ലാം എന്താണ്? ഇൻവെന്ററി ആയിട്ട് സൂക്ഷിക്കണം. ഓക്കെ. ദെൻ അടുത്തത് ടൂൾസ് ഇൻവെന്ററി. നമ്മൾ പ്രോഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യും, അതും എല്ലാം ഇൻവെന്ററിയിൽ വേണം അല്ലേ? അപ്പോൾ അതെല്ലാം ഇൻവെന്ററിയുടെ ടൈപ്സിനകത്ത് വരുന്നതാണ്. ഇത് എല്ലാ ഇൻവെന്ററി ഓരോ സാധനങ്ങളെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ മിസലേനിയസ് ഇൻവെന്ററി, നമുക്കറിയാം സ്റ്റേഷനറി ഐറ്റം. നമ്മളിപ്പോ ഒരു നട്ട് ആൻഡ് ബോൾട്ട് ഉണ്ടാക്കുന്ന കമ്പനിയാണ്, പക്ഷെ നമുക്ക് അവിടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ സ്റ്റേഷനറി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണും അല്ലെ? അതും എല്ലാം എന്താണ്? ഇൻവെന്ററി വരുന്നതാണ്. അപ്പൊ അതും ഒരു ടൈപ്പ് ഓഫ് ഇൻവെന്ററി ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനിയാണ് നമ്മൾ ഇൻവെന്ററിയിലുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. ഇപ്പൊ ഇൻവെന്ററി എന്താണെന്ന് നിങ്ങൾ സിംപ്ലസ്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് സിംപ്ലസ്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്തത് ഇൻവെന്ററി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കോസ്റ്റുകൾ. ആദ്യത്തത് പർച്ചേസ് കോസ്റ്റ് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് ഒരു വർഷത്തേക്ക് 10,000 യൂണിറ്റ് ആവശ്യമുണ്ട്. ഒരു യൂണിറ്റിന് 10 രൂപ വെച്ചാൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ 10,000 യൂണിറ്റ് വാങ്ങിക്കാനായിട്ട് 10 രൂപ വെച്ച് എത്രയായി? 1,00,000 രൂപയായി. അപ്പൊ ആ 1,00,000 രൂപ എടുത്ത് ഈ 10,000 യൂണിറ്റ് വാങ്ങുമ്പോൾ അത് അതിന്റെ പർച്ചേസ് കോസ്റ്റ് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പൊ പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഡക്റ്റിന് എത്ര രൂപ വെച്ച് അതിനെ വാങ്ങിക്കാൻ വേണം അല്ലെ? അപ്പൊ എന്താണ് പർച്ചേസ് കോസ്റ്റ് ഓർ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്? മണി വാല്യൂ ഓഫ് ആൻ ഐറ്റം ഈസ് ഇറ്റ്സ് പർച്ചേസ് കോസ്റ്റ്. അത് വാങ്ങിക്കേണ്ട അതിന്റെ മണി വാല്യൂവിനെയാണ് പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഒരു വർഷത്തേക്ക് 10,000 യൂണിറ്റ് വേണം, ഓരോ യൂണിറ്റിനും 10 രൂപ വെച്ച് വേണം. അപ്പൊ ടോട്ടൽ പർച്ചേസ് കോസ്റ്റ് എത്രയാണ്? 1,00,000 രൂപ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 10,000 യൂണിറ്റ് ഒറ്റവട്ടമാണ് ഞാൻ ഓർഡർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് നല്ലതാണ്. കാര്യം എന്താ? ഓർഡറിന്റെ സൈസ് കൂട്ടി അല്ലെ? ഒറ്റവട്ടം, അതായത് ഓർഡർ ചെയ്യുന്ന തവണ കുറച്ചു. ഒറ്റവട്ടമാണെങ്കിൽ എനിക്ക് എന്താണ്? എനിക്ക് നല്ല ലാഭത്തിന്, അല്ലെങ്കിൽ എനിക്ക് ഓർഡറിങ് കോസ്റ്റ്, അതായത് ഓർഡർ ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് കുറച്ചായി അല്ലെ? ഒരു വർഷത്തേക്കുള്ള ഓർഡറിങ് കോസ്റ്റ് ഒറ്റയടിക്ക് ഞാൻ ഓർഡർ ചെയ്യുവാണെങ്കിൽ എന്താണ്? ഓർഡറിങ് കോസ്റ്റ് കുറയും. ഓർഡറിങ് കോസ്റ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോ നോക്കാൻ പോകുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഞാൻ ഈ 10,000 പ്രോഡക്റ്റ് എന്നുള്ളത് 10 തവണയായിട്ട് വാങ്ങിക്കുമെന്ന് വിചാരിച്ചോ. ഈ 10 തവണയായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? 10 തവണ ഓർഡർ ചെയ്യണം അല്ലെ? ഓർഡർ ചെയ്ത് ഈ ഐറ്റം വരണം, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലറിക്കൽ വർക്ക്, ഇതെല്ലാം ഓർഡറിങ് കോസ്റ്റ് വരും. അപ്പൊ എന്ത് പറ്റും? ഈ പർച്ചേസിന്റെ ഫ്രീക്വൻസി, അല്ലെങ്കിൽ എത്ര തവണ പർച്ചേസ് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, കൂടുതൽ തവണ പർച്ചേസ് ചെയ്താൽ ഓർഡറിങ് കോസ്റ്റ് കൂടും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കൂടുതൽ തവണ പർച്ചേസ് ചെയ്താൽ ഓർഡറിങ് കോസ്റ്റ് കൂടും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ
സൈസ് ഓഫ് ഓർഡർ കൂടുതലാണെങ്കിൽ എന്താണ് ഓർഡറിംഗ് കോസ്റ്റ് കുറയും. സൈസ് ഓഫ് ഓർഡർ എന്താ ഞാൻ പറയുന്നത്, ഈ 10,000 എന്ന് പറയുന്നത് 2 തവണയായിട്ട് 5,000 വെച്ച്. അപ്പൊ എന്താണ് സൈസ് ഓഫ് ഓർഡർ കൂടുതലാണ് അല്ലെ, അപ്പൊ അവിടെ എന്താണ് ഓർഡറിംഗ് കോസ്റ്റ് കുറയും. എന്നാൽ നമ്പർ ഓഫ് ഓർഡറിന്റെ നമ്പർ ഒരു 10 തവണയാക്കി, ഞാൻ ഈ 10,000 എന്നുള്ള ഒരു 10 തവണയായിട്ട് മേടിച്ചാൽ എന്ത് ചെയ്യും, പല തവണയായിട്ട് മേടിക്കുമ്പോൾ എന്റെ ഓർഡറിംഗ് കോസ്റ്റ് കൂടും. അത് മനസ്സിലാക്കുക. അപ്പൊ ഓർഡറിംഗ് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക, ബൾക്കായിട്ട് എടുക്കുക, അതായത് നമ്പർ ഓഫ് ഓർഡേഴ്സ് കുറയ്ക്കുക അല്ലെ. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചാൽ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യും അല്ലെ, ഒരുമിച്ച് വാങ്ങിച്ചാൽ എവിടെ സ്റ്റോർ ചെയ്യും, അതിനെ ചീത്തയാകാതെ നമ്മൾ സൂക്ഷിക്കണം അല്ലെ. അങ്ങനെയുള്ള കോസ്റ്റിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ്. അപ്പൊ ഒരുപാട് ഓർഡർ ചെയ്ത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ അതായത് സൈസ് ഓഫ് ഓർഡർ കൂടിയാൽ ക്യാരിയിങ് കോസ്റ്റ് കൂടും അല്ലെ. സൈസ് ഓഫ് ഓർഡർ കുറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ് എന്ത് ചെയ്യും, കുറയും. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓർഡറിംഗ് കോസ്റ്റും ഒരുപാട് കൂടാൻ പാടില്ല, ക്യാരിയിങ് കോസ്റ്റും ഒരുപാട് കൂടാൻ പാടില്ല. ഇതിനെ ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോർ എപ്പോഴും ഇൻവെന്ററി എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ പർച്ചേസ് കോസ്റ്റ് മനസ്സിലായല്ലോ. അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓർഡറിംഗ് കോസ്റ്റ്. അതിന്റെ വേറെ പേരുകൾ നോക്കിക്കോണം. പ്രൊക്യൂർമെന്റ് കോസ്റ്റ്, റീപ്ലനിഷ്മെന്റ് കോസ്റ്റ്, അക്വിസിഷൻ കോസ്റ്റ്. ഇതെല്ലാം എന്താണ് ഓർഡറിംഗ് കോസ്റ്റാ. എന്താ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാലാ, ഒരു ഐറ്റത്തിനെ ഇൻവെന്ററിയിലേക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഓർഡർ ചെയ്ത ഐറ്റം ഇൻവെന്ററി വരുന്നത് വരെ അതിൽ മുടക്കുന്ന പൈസയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരും, ഇവിടെ നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ നോക്കിക്കണം. ഇറ്റ് ഈസ് ദ കോസ്റ്റ് സ്പെൻഡ് ഓൺ ഗെറ്റിംഗ് ആൻ ഐറ്റം ഇൻ ടു ഇൻവെന്ററി. ഇൻവെന്ററി വരുന്നത് വരെ അതേ ചെലവാക്കുന്ന പൈസയാണ് എന്തോന്ന്, ഓർഡറിംഗ് കോസ്റ്റ്. അപ്പോഴാ അവിടെ എന്തൊക്കെ വരും, ദിസ് അക്കൗണ്ട്സ് ദ കോസ്റ്റ് ഫ്രം calling for quotations till getting the item into the inventory or stock. അതായത് ഇതിന്റെ ഓർഡർ ക്ഷണിക്കുമ്പോൾ, ഇത് ഓർഡർ ക്ഷണിക്കുമ്പോൾ നമുക്കറിയാം കമ്പനിയിലൊക്കെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്താ, പല കൊട്ടേഷൻസ് ക്ഷണിക്കും. അതിനകത്ത് അവർക്ക് കമ്പനിക്ക് താല്പര്യമുള്ള, അതായത് കോസ്റ്റ് ഏതാണോ കുറവ് അതെല്ലാം നോക്കിയിട്ട് അവര് ഒരു ഓർഡർ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ ആ കൊട്ടേഷൻ ക്ഷണിക്കുന്നതിന് ക്ലറിക്കൽ വർക്കുകളുണ്ട്. അപ്പൊ അവിടെ കൊട്ടേഷൻ ക്ഷണിക്കുന്നത് തൊട്ട് ആ ഐറ്റം ഇവിടെ നമ്മുടെ ഇൻവെന്ററിയിൽ എത്തുന്നത് വരെ നമ്മൾ മുടക്കുന്ന പൈസയാണ് ഓർഡറിംഗ് കോസ്റ്റ്. അപ്പൊ നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, സൈസ് ഓഫ് ഓർഡറും നമ്പർ ഓഫ് ഓർഡറും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്താ, ഒരുപാട് സൈസ് എടുത്തു വെച്ചാൽ നമുക്ക് ഓർഡറിംഗ് കോസ്റ്റ് കുറയും അല്ലെ, ഒരു വർഷത്തെ ഓർഡറിംഗ് കോസ്റ്റ് കുറയും. എന്നാൽ ഒരുപാട് നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണെങ്കിൽ അതൊരു 10 തവണ ആക്കി എന്ത് ചെയ്യും, നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റ് കൂടും. കാര്യം എന്താ, അതിനകത്ത് കുറെ കാര്യങ്ങൾ കൂടെ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഓർഡറിംഗ് കോസ്റ്റിനകത്ത്? കുറെ കാര്യങ്ങൾ. ഇത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള പൈസ അല്ലെ, അതായത് പർച്ചേസിങ്, അതിനകത്ത് വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്, ക്ലറിക്കൽ വർക്ക് അല്ലെ, അതേപോലെ തന്നെ ക്ലറിക്കൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് റിക്വസിഷൻ ഓഫ് കൊട്ടേഷൻ, പ്ലേസിംഗ് ദ പർച്ചേസ് ഓർഡർ, ഫോളോ അപ്പ് ആൻഡ് റെസീപ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഇതെല്ലാം എന്തിനകത്ത് വരുന്നതാണ്, പർച്ചേസിങ്ങിനകത്ത്, പർച്ചേസ് കോസ്റ്റിലെ ഓർഡർ ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് വരുന്നതാണ്. അപ്പൊ ഓർഡർ ചെയ്യാനായിട്ടുള്ള കോസ്റ്റിൽ എന്തൊക്കെ വരും, പർച്ചേസിങ് വരും. ദെൻ ഇൻസ്പെക്ഷൻ, നമ്മുടെ ഐറ്റം ഇവിടെ വരുമ്പോൾ നമ്മൾ എല്ലാം കറക്റ്റ് ആണോ, എല്ലാ കാര്യങ്ങളും ഇൻസ്പെക്ട് ചെയ്യുന്നത്, അത് ഇൻവെന്ററി വരുന്നത് വരെ നമ്മൾ അതേ മുടക്കുന്ന പൈസ എല്ലാം ഓർഡറിംഗ് കോസ്റ്റ് ആണ്. അപ്പൊ ഇൻസ്പെക്ഷൻ, the cost associated with checking the quality and quantity of incoming material into the inventory is called inspection cost. It also involves the cost of maintaining the records of receipt. ഇത് ഇവിടെ വരുമ്പോൾ നമ്മളത് അതിനെ റെക്കോർഡ് ചെയ്യും അല്ലെ, നമുക്ക് ബുക്കൊക്കെ കാണും അല്ലെ, ബുക്ക് കീപ്പിംഗ് ഒക്കെ സാധാരണ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ കോസ്റ്റ് വരെ ഇതിനകത്ത് ഉൾപ്പെടും. അപ്പൊ എന്തൊക്കെയാണ്, പർച്ചേസിംഗ് കോസ്റ്റ് ഉണ്ട്, ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇൻസ്പെക്ഷനകത്ത് അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും. അത് കൂടാതെ അത് റെക്കോർഡ് ചെയ്യുന്ന അതിന് വേണ്ട കോസ്റ്റ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. ദെൻ അതിന്റെ അക്കൗണ്ടിങ് കോസ്റ്റ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ചെക്കിംഗ് ദ സപ്ലൈ ഓഫ് മെറ്റീരിയലിന്റെ സപ്ലൈ ചെക്ക് ചെയ്യുന്നത്, അഗെയിൻസ്റ്റ് ദ പർച്ചേസ് ഓർഡർ, മേക്കിംഗ് പേയ്മെന്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ് പർച്ചേസ് അല്ലെ. എന്താണ് അതിന് പേയ്മെന്റ് ചെയ്യുക, പർച്ചേസ് ഓർഡർ, മേക്കിംഗ് ദ പേയ്മെന്റ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ് ഓഫ് പർച്ചേസ്. പർച്ചേസിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന വരെയുള്ള കോസ്റ്റ് എന്തിനകത്ത് വരുന്നതാണ്, അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നതാണ് അല്ലെ. അപ്പോഴാ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഓർഡറിംഗ് കോസ്റ്റിൽ എന്തൊക്കെ വരും, ഓർഡറിംഗ് കോസ്റ്റില
പർച്ചേസിങ് കോസ്റ്റ് വരും അല്ലെ, ഓർഡറിങ് കോസ്റ്റ് എന്തൊക്കെ ഉൾപ്പെടും? പർച്ചേസിങ് വരും, ഇൻസ്പെക്ഷൻ വരും, അതിന്റെ അടുത്തത് അക്കൗണ്ടിങ് വരും, ദെൻ അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഈ ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ വരും, നമ്മൾ അറിയാം വെഹിക്കിൾസിലൊക്കെ ക്യാരി ചെയ്തായിരിക്കും വരുന്നത്, അതിന് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെ. ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പ്രോഡക്റ്റ് ഫ്രം സപ്ലയർ പ്ലേസ് ടു ഇൻവെന്ററി, നമ്മുടെ ഇൻവെന്ററി വരുന്ന വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോഴാ ഓർഡറിംഗ് കോസ്റ്റ് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്പർ ഓഫ് ഓർഡേഴ്സ് കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം? സൈസ് ഓഫ് ഓർഡർ കൂട്ടിയാൽ നമുക്ക് ഓർഡറിംഗ് കോസ്റ്റ് കുറയ്ക്കാം. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്താൽ അടുത്ത ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് ഇതിനെ ക്യാരി ചെയ്യുന്ന കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? കൂടും. അത് കാരണം നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയാണ് ഓർഡർ ചെയ്യുന്നത്. ഒരുപാട് എമൗണ്ട് ഒരുമിച്ച് അങ്ങ് ഓർഡർ ചെയ്യുകയല്ല, നമ്മൾ നോക്കിയിട്ട്. എന്നാൽ ഒരുപാട് കുറയാനും പാടില്ല. ഒരുപാട് നമ്പർ ഓഫ് ഓർഡേഴ്സ് വന്നാൽ, അതായത് ഓർഡർ ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റ് കൂടും. കാര്യം ഓർഡറിംഗ് കോസ്റ്റിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓർഡറിംഗ് കോസ്റ്റിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് വരുന്നുണ്ട്, ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്, അക്കൗണ്ടിങ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം മിനിമം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്പർ ഓഫ് ഓർഡേഴ്സ് അല്ലെങ്കിൽ ഓർഡറിംഗ് ഫ്രീക്വൻസി നമ്മൾ കുറയ്ക്കും. ഓക്കെ, ദെൻ ഇനി അടുത്തതാണ് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ്. എന്താണ് ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് ഓർ ഹോൾഡിംഗ് കോസ്റ്റ്? ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ഹോൾഡിംഗ് ഓഫ് പർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻവെന്ററി ആർ സ്റ്റോക്ക്. This depends on the amount of holding and the period of holding the stock. നമ്മളെ ഇൻവെന്ററിയിലോട്ട് ഒരു പ്രോഡക്റ്റ് വന്നു, അല്ലെങ്കിൽ ഇൻവെന്ററിയിലോട്ട് പ്രോഡക്റ്റ് വന്നു. ആ പ്രോഡക്റ്റിനെ ചീത്തയാകാതെ അല്ലെ, അത് നശിക്കാതെ അതിനെ പരിപാലിക്കാനായിട്ടുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോൾഡിംഗ് കോസ്റ്റ് ഓർ ക്യാരിയിങ് കോസ്റ്റ്. അതിനകത്ത് എന്തൊക്കെ വരും നോക്കിയേ. ദ ഹോൾഡിംഗ് കോസ്റ്റ് ആർ ഗിവൺ ഹിയർ. സാധാരണ വരുന്ന ഹോൾഡിംഗ് കോസ്റ്റ് റെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. നമ്മൾ ഇതിനെ ഒരു സ്റ്റോർ റൂമിലോ അല്ലെങ്കിൽ ഗോഡൌണിലോ ആണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റെന്റ്, അതിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് അല്ലെ. ഇനി നമ്മളിപ്പം മിൽക്ക് പോലൊക്കെയുള്ള ഐറ്റം ആണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കയ്യിൽ കവർ പാല് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് സൂക്ഷിച്ചു വെക്കണം ചീത്തയാകാതെ അല്ലെ. അപ്പൊ അതിനെന്ത് വേണം? ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം അല്ലെ. നമുക്ക് കോൾഡ് സ്റ്റോറേജ് വെക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഹാൻഡ്ലിംഗ് കോസ്റ്റ്, അത് ചീത്തയാകാതെ സൂക്ഷിക്കണം. ദെൻ ഇൻഷുറൻസ് ഫോർ ദ സ്റ്റോക്ക്, ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സസ്. അതിന്റെ ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, ടാക്സ് ഇതെല്ലാം എന്തി വരുന്നതാണ്? ഹോൾഡിംഗ് കോസ്റ്റ് ഓർ ക്യാരിയിങ് കോസ്റ്റ് വരുന്ന. ദെൻ കോസ്റ്റ് ഇൻവോൾവ് ഇൻ ദ റെക്കോർഡ് ആൻഡ് മെയിൻ്റനൻസ് അല്ലെ. ഇവിടെ ഉള്ള ഗോഡൌണിലുള്ള സാധനങ്ങളുടെയൊക്കെ റെക്കോർഡും മെയിൻ്റനൻസും എല്ലാം എന്തി വരുന്നതാണ്? ഹോൾഡിംഗ് കോസ്റ്റ് വരുന്നതാണ്. ദെൻ അടുത്തത് പ്രോഡക്റ്റ് ബിക്കം ഒബ്സലീറ്റ്, ഔട്ട് ഓഫ് ഫാഷൻ, സ്പോയിലേജ്, ഡിറ്റോറിയേഷൻ, ബ്രേക്കേജ്. നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്കിൽ ഇരിക്കുന്ന ഐറ്റം നശിച്ചു പോകാം, ഔട്ട് ഓഫ് ഫാഷൻ ആകാം, കാലഹരണപ്പെട്ടു പോകാം, പൊട്ടിപ്പോകാം അല്ലെ. ഓക്കെ, അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. അതെല്ലാം ഏത് കോസ്റ്റ് വരുന്നതാണ്? അത് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്ന കോസ്റ്റ്, ഇതെല്ലാം എന്തിനകത്ത് വരുന്നതാണ്? ഹോൾഡിംഗ് കോസ്റ്റ് വരുന്നതാണ്. അപ്പോ നമുക്ക് ഇൻവെന്ററിയില നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓർഡറിംഗ് കോസ്റ്റ് നമ്മൾ ഒരുപാട് കുറയ്ക്കാനായിട്ട് ബൾക്കായിട്ട് ഓർഡർ ചെയ്താൽ എന്ത് പറ്റും? ക്യാരിയിങ് കോസ്റ്റ് കൂടും. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഈ ഓർഡറിംഗ് കോസ്റ്റിനെയും ക്യാരിയിങ് കോസ്റ്റിനെയും എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം അല്ലെ. ഒരുപാട് ബൾക്കായിട്ട് എടുത്തും വെക്കരുത് അല്ലെ. ഒരുപാട് ബൾക്കായിട്ട് എടുത്തു വെച്ചാൽ എന്ത് പറ്റും? ക്യാരിയിങ് കോസ്റ്റ് ഒരുപാട് കൂടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഗോഡൌൺ വേണം, ഇതിനെ സ്റ്റോക്ക് ചെയ്യാൻ, അതെല്ലാം വേണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസ് ചെയ്താൽ നമുക്ക് എന്തായി? നമുക്ക് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നമുക്കറിയാം ഇൻവെന്ററി വരുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് ക്യാരിയിങ് കോസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു വർഷത്തേക്ക് എത്ര ക്വാണ്ടിറ്റി വേണം, അതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു റെസ്റ്റോറന്റോ അല്ലെങ്കിൽ ഞാനൊരു കമ്പനിയോ നടത്തുന്ന ആളാണ്. എനിക്ക് എത്ര ഡിമാൻഡ് ഉണ്ട് ഒരു കൊല്ലത്തേക്ക്, അതിനെയാണ് എന്തോന്ന് പറയുന്നത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. ഒരു കൊല്ലത്തേക്ക് എത്ര ഐറ്റം വേണം, അതാണ് ഡിമാൻഡ്. ഓക്കെ അല്ലേ? ഒരു വർഷത്തേക്ക് 10,000 പ്രോഡക്റ്റ് വേണം, അതാണ് ഡിമാൻഡ്. ഇനി ഓർഡർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ?
ഞാൻ ഇപ്പൊ പറഞ്ഞു ഞാൻ ഒരു കൊല്ലത്തേക്കുള്ള ഒറ്റയടിക്ക് എടുത്തു വെക്കത്തില്ല, 2-3 തവണയായിട്ട് എടുത്തു വെക്കുന്നത്. അപ്പൊ ഞാൻ ഓരോ 3 മാസത്തിലും എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ ഓർഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് എന്റെ ഓർഡറിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 3 months ആണ്. എന്ത് ചെയ്തു, ആദ്യത്തെ ഓർഡർ എടുത്തു, അത് കഴിഞ്ഞ് അടുത്ത 3 മാസമാണ് അടുത്ത ഓർഡർ എടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് എന്തോന്ന് പറയുന്നത്, ഓർഡർ സൈക്കിൾ. അടുത്ത ലീഡ് ടൈം. ലീഡ് ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരു ഓർഡർ കൊടുത്തു, ഓർഡറിന് റിക്വസ്റ്റ് കൊടുത്തു, അതായത് നമ്മൾ ഐറ്റം ഓർഡർ ചെയ്തിട്ട് അത് വരാൻ, ഇൻവെന്ററിയിലേക്ക് വരാൻ എടുക്കുന്ന ടൈമിനെയാണ്, ഓർഡർ ചെയ്ത് തൊട്ട് അത് ഇൻവെന്ററിയിലേക്ക് എത്താൻ വരെ എടുത്ത സമയത്തിനാണ് എന്തെന്ന് പറയുന്നത്, ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ലീഡ് ടൈം എപ്പോഴും മിനിമം ആയിരിക്കണം കേട്ടോ, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ആ ഓർഡർ അല്ലെങ്കിൽ ആ ഐറ്റം നമ്മുടെ ഇൻവെന്ററിയിൽ എത്താനായിട്ടുള്ള ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലീഡ് ടൈം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഇൻവെന്ററി ടേൺ ഓവർ. ഇൻവെന്ററി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻവെന്ററിയും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് വരിക. 2 മാസത്തിൽ ഒരിക്കൽ എന്റെ ഇൻവെന്ററി തീർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ ഞാൻ എന്ത് ചെയ്തു, 6 തവണ ഓർഡർ ചെയ്തു. അപ്പൊ എന്റെ ഇൻവെന്ററി ടേൺ ഓവർ എത്രയാണെന്ന് ചോദിച്ചാൽ 6 per year ആണ്. ഓക്കെ അല്ലേ, അതാണ് ഇൻവെന്ററി ടേൺ ഓവർ. അതിനെ വേറെ രീതി കണ്ടുപിടിക്കുക. ഇൻവെന്ററി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ആവറേജ് ഇൻവെന്ററി, അങ്ങനെ കണ്ടുപിടിക്കാം. ദെൻ അടുത്തത് റീഓർഡർ ലെവൽ. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മുടെ സ്റ്റോക്കിൽ അല്ലെ നമ്മുടെ ഇൻവെന്ററി ഉണ്ട്, ഈ ഇൻവെന്ററി കംപ്ലീറ്റ് തീർന്നിട്ടാണോ നമ്മൾ അടുത്ത് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല. കാര്യം അല്ലെങ്കിൽ കൊള്ളാൻ ലീഡ് ടൈം ഇല്ലാതാവണം അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻവെന്ററി തീരുന്നതിന് മുമ്പേ, അതായത് നമ്മുടെ കയ്യിലുള്ള ഇൻവെന്ററി തീരുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഇത് ഓർഡർ ചെയ്യും അല്ലെ, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻവെന്ററിയിൽ എത്ര ആവുമ്പോഴാണ് നമ്മൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, അതിനെയാണ് എന്തോന്ന് പറയുന്നത്, റീഓർഡർ ലെവൽ. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പൊ നമ്മൾ ആദ്യം 10,000 ഐറ്റം എടുത്തു വെച്ചു. നമ്മൾ ഈ 10,000 തീർന്നു കഴിയുമ്പോഴല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത 10,000 ഓർഡർ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ ഒരു 9,000 തീർന്നു, ഒരു 1000 എണ്ണം ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യും. അപ്പൊ അതിനെയാണ് എന്തോന്ന് പറയുന്നത്, റീഓർഡർ ലെവൽ അല്ലെ. റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ പോയിന്റ് at which reorder action is initiated. The stock level reaches this point is known as എന്താണ്, ROL. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇൻവെന്ററി തീരുന്നതിന് മുമ്പേ ഏത് എണ്ണം വരുമ്പോഴാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ഓർഡർ ചെയ്യുന്നത്, അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റീഓർഡർ ലെവൽ. ഒരിക്കലും നമ്മുടെ കയ്യിലിരിക്കുന്ന കംപ്ലീറ്റ് സാധനം തീർന്നു കഴിയുമ്പോഴല്ല നമ്മൾ അടുത്ത ഓർഡർ ചെയ്യുന്നത് അല്ലെ. എത്രയോ എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ഓർഡർ ചെയ്തു. അടുത്തതാണ് റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റീഓർഡർ ചെയ്യുമ്പോൾ എത്ര സൈസ് അല്ലെ എത്ര എണ്ണം വാങ്ങിച്ചു, അതിനെയാണ് എന്തോന്ന് പറയുന്നത്, റീഓർഡർ ക്വാണ്ടിറ്റി. സാധാരണ നമ്മൾ റീഓർഡർ ക്വാണ്ടിറ്റി എത്രയായിട്ടാണ് നമ്മൾ റീഓർഡർ ചെയ്യുന്നത്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ടാണ്. കാര്യം എന്താ, നമ്മൾ റീഓർഡർ ചെയ്യുന്നതിന്റെ സൈസ് എത്രയാന്ന് ചോദിച്ചാൽ എന്താണ്, നമ്മൾ റീഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കണം. ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് എന്ത് വേണം, ഓർഡറിംഗ് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യണം, അതേപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യണം. അപ്പൊ അത് നോക്കിയിട്ട് അത് രണ്ടും ഒപ്റ്റിമൈസ് ചെയ്ത് ടോട്ടൽ കോസ്റ്റ് മിനിമം വരുന്ന ഒരു എണ്ണമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഡർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ റീഓർഡർ ക്വാണ്ടിറ്റി. നോർമലി എല്ലാവരും റീഓർഡർ ക്വാണ്ടിറ്റി എന്താണ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ് നമ്മൾ റീഓർഡർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എത്ര എണ്ണം നമ്മൾ ഓർഡർ ചെയ്തു അല്ലെ. ആ ഓർഡർ ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഓർഡർ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കും, ആ ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ലെ. എന്നാലേ നമ്മുടെ എന്ത് വരത്തുള്ളൂ, ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് മിനിമം വരത്തുള്ളൂ. അപ്പൊ ഇനി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി? അപ്പൊ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു, നമ്മൾ എന്താണ് ബാലൻസ് ചെയ്യാണ്, എന്തിനേക്കാണ്, ഓർഡറിംഗ് കോസ്റ്റ് അതേപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റ്. അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു തന്ന കാര്യം എന്താണ്, ഓർഡറിംഗ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡറിംഗ് കോസ്റ്റ് കുറയ്ക്കാം. എങ്ങനെയാണ്, നമ്പർ ഓഫ് ഓർഡേഴ്സ് കുറച്ചാൽ മതി, അതായത് ഓർഡർ ചെയ്യുന്ന ഫ്രീക്വൻസി കുറച്ചാൽ മതി അല്ലെ. ഒരുമിച്ച് എടുത്താൽ നമുക്ക് ഓർഡറിംഗ് കോസ്റ്റ് എന്ത് ചെയ്യാം, കുറയ്ക്കാം. കാര്യം എന്താ, ഒരു വർഷത്തേക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓർഡറിംഗ് കോസ്റ്റ് വേണേൽ കുറയ്ക്കാം, പക്ഷെ ഓർഡറിംഗ് കോസ്റ്റ് കുറച്ചാൽ എന്ത് പറ്റും,
ക്യാരിയിങ് കോസ്റ്റ് കൂടും അല്ലെ? അത്രയും ഐറ്റത്തിനെ ചിലപ്പോൾ ക്യാരി ചെയ്യാൻ ഈ ഓർഡറിങ് കോസ്റ്റ് നമ്മൾ അവിടെ സേവ് ചെയ്യുന്ന പൈസയെക്കാളും കൂടുതൽ വേണ്ടി വരും അല്ലെ? അതിനുള്ള സംവിധാനം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഓർഡറിങ് കോസ്റ്റ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റത്തില്ല അല്ലെ? അതേപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റിനെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റത്തില്ല. ഒരുപാട് ഓർഡർ, അതായത് ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് ഓർഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാരിയിങ് കോസ്റ്റിനെ നമുക്ക് കുറയ്ക്കാം. പക്ഷേ അതും നമുക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഒരുപാട് തവണ ഓർഡർ എടുക്കേണ്ടി വരും. അപ്പോൾ ഓർഡറിങ് കോസ്റ്റ് കൂടും. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇതിനെ ബാലൻസ് ചെയ്ത് ഓർഡറിങ് കോസ്റ്റിനെയും ക്യാരിയിങ് കോസ്റ്റിനെയും ബാലൻസ് ചെയ്ത് ടോട്ടൽ കോസ്റ്റിനെ എന്താക്കാൻ പറ്റത്തുള്ളൂ? മിനിമൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓർഡറിങ് കോസ്റ്റിന്റെ സൈസ് കൂടിയാൽ ഓർഡറിങ് കോസ്റ്റ് കുറയും അല്ലെ? നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂടിയാൽ ഓർഡറിങ് കോസ്റ്റിന്റെ അളവ് എന്ത് ചെയ്യും? അല്ലെ ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യും? കൂടും. അപ്പൊ സൈസ് കൂട്ടിയാൽ ഓർഡറിങ് കോസ്റ്റ് കുറയും. നമ്പർ കൂട്ടിയാൽ, അല്ലെങ്കിൽ അത് ഓർഡർ ചെയ്യുന്ന നമ്പർ കൂട്ടിയാൽ എന്ത് ചെയ്യും? ഓർഡറിങ് കോസ്റ്റ് എന്ത് ചെയ്യും? കൂടും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ക്യാരിയിങ് കോസ്റ്റിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. ക്യാരിയിങ് കോസ്റ്റിന്റെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ഓർഡേഴ്സ് കൂട്ടിയാൽ അല്ലെ, അതായത് പല തവണയായിട്ട് വാങ്ങിച്ചാൽ ക്യാരിയിങ് കോസ്റ്റ് കുറയ്ക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ കുറച്ചാൽ ഓർഡറിങ് കോസ്റ്റ് കൂടും. ദെൻ നമ്പർ ഓഫ് ഓർഡേഴ്സ് കുറച്ചാൽ അല്ലെ, അതായത് ഓർഡർ ചെയ്യുന്നതിന്റെ തവണ കുറച്ചാൽ ക്യാരിയിങ് കോസ്റ്റ് കൂടും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ ബാലൻസ് ചെയ്ത് നമ്മൾ ഒപ്റ്റിമം ആക്കും അല്ലെ? അതായത് നമ്മൾ ഓർഡറിങ് കോസ്റ്റിനെയും ക്യാരിയിങ് കോസ്റ്റിനെയും നോക്കിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യും. ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റിനെ മിനിമം ആക്കാൻ നോക്കും. എങ്ങനെയാണ് നോക്കുന്നത്? നമുക്കറിയാം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡറിങ് കോസ്റ്റ് പ്ലസ് ക്യാരിയിങ് കോസ്റ്റ്. നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതാ, ഇത് ഞാൻ ആനുവൽ കോസ്റ്റാ, ഒരു വർഷം വരുന്ന കോസ്റ്റാ. ഇത് ഓർഡറിങ് ക്വാണ്ടിറ്റി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ക്വാണ്ടിറ്റി ആണ് ഞാൻ എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്നതെന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്യാണ്? ക്വാണ്ടിറ്റി കൂട്ടി വരുവാണെങ്കിൽ എന്ത് പറ്റും? ഓർഡറിങ് കോസ്റ്റ് കുറഞ്ഞു. ആദ്യം ക്വാണ്ടിറ്റി കുറവായപ്പോ ഓർഡറിങ് കോസ്റ്റ് എന്തായിരുന്നു? കൂടുതലാണ് അല്ലെ? കോസ്റ്റ് കൂടി. അങ്ങനെ ഞാൻ ക്വാണ്ടിറ്റി എന്ത് ചെയ്തു? കൂട്ടി വന്നപ്പോ ഓർഡറിങ് കോസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വന്നു. പക്ഷെ ഒരുപാട് കുറയ്ക്കാൻ പറ്റത്തില്ല. ക്യാരിയിങ് കോസ്റ്റ് എന്ത് ചെയ്യും? കൂടും. അപ്പൊ ആ സമയം തന്നെ എന്ത് ചെയ്തു? ആ ക്യാരിയിങ് കോസ്റ്റ് ഞാനിന്ന് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഡറിങ് കോസ്റ്റ് കൂടുന്ന അനുസരിച്ചിട്ട് ക്യാരിയിങ് കോസ്റ്റ് കൂടി വരിക. അപ്പൊ ക്യാരിയിങ് കോസ്റ്റിനെയും കൂട്ടാൻ പറ്റത്തില്ല അല്ലെ? ഓർഡറിങ് കോസ്റ്റിനെ ഒരുപാട് കുറച്ചാൽ ക്യാരിയിങ് കോസ്റ്റ് എന്ത് ചെയ്യും? ഓർഡറിങ് കോസ്റ്റിനെ ഒരുപാട് കുറച്ചാൽ ക്യാരിയിങ് കോസ്റ്റ് എന്ത് ചെയ്യും? ക്യാരിയിങ് കോസ്റ്റ് കൂടും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എന്ത് ചെയ്തു? നമ്പർ ഓഫ് ഓർഡേഴ്സ്, അതായത് ഞാൻ എന്ത് ചെയ്തു? ഓർഡർ ചെയ്യുന്ന ക്വാണ്ടിറ്റി കൂട്ടിയപ്പോ എന്ത് ചെയ്തു? ഓർഡറിങ് കോസ്റ്റ് കുറഞ്ഞു വന്നു. ഒരുപാട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റി? ക്യാരിയിങ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റുമായിട്ട് ഒരുമിച്ചെടുത്ത കോസ്റ്റ് ഞാനിവിടെ വരയ്ക്കുക. ടോട്ടൽ കോസ്റ്റ്, അതായത് ഇവിടുത്തെ ഓർഡറിങ് കോസ്റ്റ് എടുത്തു, അവിടുത്തെ ക്യാരിയിങ് കോസ്റ്റ് എടുത്തു. രണ്ടും കൂടെ കൂട്ടിയിട്ട് ഞാൻ ടോട്ടൽ കോസ്റ്റ് ലൈൻ വരച്ചു. ഇതിനോടൊപ്പം തന്നെ ഇങ്ങനെ വരച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഇത് രണ്ടും മീറ്റ് ചെയ്ത ഈ പോയിന്റിൽ ഞാൻ ഇവിടെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് നോക്കിയേ. ആ പോയിന്റിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഏറ്റവും മിനിമം ആയി. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും മിനിമം ആയത് എത്ര സൈസിൽ ഓർഡർ പ്ലേസ് ചെയ്തപ്പോഴാണ്? അതിനെയാണ് എന്തോന്ന് പറയുന്നത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഏത് സൈസിൽ ഓർഡർ ചെയ്തപ്പോഴാണോ എന്ത് ചെയ്തത്? ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒപ്റ്റിമത്തിൽ എത്തി ടോട്ടൽ കോസ്റ്റ് എന്തായത്? മിനിമം ആയത്. ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് അത്രയും ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു തവണ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർഡർ ചെയ്യുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇപ്പൊ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മനസ്സിലായല്ലോ? വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഒന്നുകിൽ തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങൾ ചോദിക്കാം, പ്രോബ്ലം ചോദിക്കാം. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ മനസ്സിലാക്കുക. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 2ds/h, എല്ലാം റൂട്ടിനകത്താണ് കേട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് 2ds/h. അപ്പൊ അതിനകത്ത് EOQ എന്ന് പറഞ്ഞ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. D എന്ന് പറഞ്ഞാൽ എന്താ?
ആനുവൽ ഡിമാൻഡ്, എത്ര ആനുവൽ ഡിമാൻഡ് ഉണ്ട്, അത് നമ്പർ ആണ്, നമ്പറിലാണ് പറയുന്നത്. ദെൻ എസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ. ഒരു ഓർഡറിന് എത്ര ഓർഡറിംഗ് കോസ്റ്റ് വരും, ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ. ദെൻ എച്ച് എന്ന് പറഞ്ഞാലോ, ഹോൾഡിംഗ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ. അതായത് ഒരു യൂണിറ്റിന് എത്ര ഹോൾഡിംഗ് കോസ്റ്റ് ഒരു ഇയറിൽ വരും, അതിനെയാണ് എന്തോന്ന് പറയുന്നത്, എച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താന്ന് മനസ്സിലാക്കണം അല്ലെ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻവെന്ററി കൺട്രോളിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓർഡറിംഗ് കോസ്റ്റിനെയും ക്യാരിങ് കോസ്റ്റിനെയും ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് മിനിമം ആകാനായിട്ട് എത്ര ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യണം, അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷൻസും നമ്മൾ പഠിച്ചു വെക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഒക്കെ ചോദിക്കും, അത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ എന്ത് ചെയ്തു, അതുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറിംഗ് കോസ്റ്റ് ക്യാരിങ് കോസ്റ്റ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഓർഡറിംഗ് കോസ്റ്റിനെയും ക്യാരിങ് കോസ്റ്റിനെയും ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യാനായിട്ട് എത്ര ഓർഡർ ഒരു തവണ പ്ലേസ് ചെയ്യണം, അതിനെയാണ് എന്തോന്ന് പറയുന്നത്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ സമ്മറിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഓർഡറിംഗ് കോസ്റ്റ്, എന്താണ് ഇൻവെന്ററി അല്ലെ, ഇൻവെന്ററി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഓർഡറിംഗ് കോസ്റ്റ്, ഇൻവെന്ററിയുടെ ആവശ്യം എന്താണ് ഓർഡറിംഗ് കോസ്റ്റ്, ഓർഡറിംഗ് കോസ്റ്റിനകത്ത് എന്തൊക്കെ വരും, എന്താണ് ക്യാരിങ് കോസ്റ്റിനകത്ത് എന്തൊക്കെ വരും, അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. കാര്യം ഇപ്പോൾ വരുന്ന ക്വസ്റ്റിനകത്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ചോദിക്കും. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വരും എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, ആഴത്തിൽ പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എക്സാമിന് നന്നായിട്ട് തയ്യാറെടുക്കുക. അപ്പം നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. 15-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് മാനേജർ ഒക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആൾക്കാർ അതിന് അപ്ലൈ ചെയ്യുക. പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. പഠിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക, ഓരോ ടേംസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടെക് PSCയുടെ കോഴ്സ് അവൈലബിൾ ആണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റികളാണ് കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ്, ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്നത്. ഇനി ഇതിന് തയ്യാറെടുക്കുന്ന ആൾക്കാർ, നിങ്ങളെ സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി, സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ചിലപ്പോൾ പരീക്ഷ പെട്ടെന്ന് തന്നെ വരും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസ.